ഞണ്ട് കറി സൂപ്പറാ. അപ്പം നമുക്കിന്ന് ഞണ്ട് കറി ഉണ്ടാക്കാം. കുറേ നാളായി വെറും മത്തി ചെമ്മീനൊക്കെ കിട്ടുന്ന, കുറേ നാളിന് ശേഷമാണ് ഞണ്ട് കിട്ടുന്നത്. കടിക്കുന്നുണ്ടാ? അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര അത്ഭുതം പോലെ നോക്കിയെന്ന് തൊട്ട് നോക്കുന്ന, അങ്ങനെ ഭയങ്കര ഇഷ്ടമായി അവർക്കെല്ലാം കണ്ടിട്ട്. അങ്ങനെ എന്താ ഉമ്മ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തു. ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ കറി മറിയക്കുട്ടി രണ്ട് എന്നാണ് പറയുന്നുണ്ടായത്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് കാണാം. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, തേങ്ങ വറുത്തരച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് അരിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ട്, പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ വറുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ എന്നല്ല, നല്ല ഗോൾഡൻ കളറാകുന്ന വരെ വറുത്തെടുക്കണം. പിന്നെ എന്താ പറയുക, ഈ ഒരു അരപ്പിലാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. കരിഞ്ഞു പോവാതെ വറുക്കണം, നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല എന്താ പറയുക, കട്ടകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അതിന് നമുക്ക് അത് കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിലിടുക, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വന്നിട്ടാകുമ്പോൾ ഒന്ന് വാടി വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ഞണ്ടെടുത്ത് വെക്കും. ഇവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഫിഷ് മസാലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുക. പിന്നെ ഒന്ന് മസാല ഒന്ന് പിടിച്ചോട്ടെ. ഇനി നമുക്ക് പിന്നെ കറിക്കുള്ള ഞണ്ട് പിന്നെ ഇതിലേക്ക് ഇടണം. അതിന് മുമ്പായിട്ട് അരപ്പൊഴിക്കാൻ മറന്നുപോയി. അരപ്പൊഴിക്കുക, പിന്നെന്താ പറയുക, ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുക. നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നല്ലേ പറയാം. നന്നായിട്ട് ജാറൊക്കെ കഴുകിയിട്ട് നല്ലോണം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് തിളക്കാനൊന്നും നിൽക്കുന്നില്ല, ഒഴിച്ചപാടെ തന്നെ മീനും കൂടി ഇടുന്നതെന്ന് വെച്ചാൽ ഞണ്ടിന് വേവുള്ളതായതുകൊണ്ട് അത് നന്നായിട്ട് ഒരുമിച്ചിട്ട് തന്നെ വെന്ത് വരണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പോലും അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഉമ്മ പറഞ്ഞത് ഉമ്മയുടെ റെസിപ്പിയാണല്ലോ. എന്നിട്ട് ഉമ്മ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇനി അത് ഒന്ന് തിളക്കാനാകുമ്പോൾ ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാൻ, കുറച്ച് ഫിഷ് മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം. ഇനി നന്നായിട്ട് തിളച്ച് കുറുകി സെറ്റായിട്ട് വരണം. അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പിന്നെ ഞണ്ടില്ലേ അതൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞണ്ട് കറിയും ഞണ്ട് പൊരിച്ചതും തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനിപ്പോൾ ഞണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പൊരിക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് എന്ത് പൊരിക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടും. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞണ്ടിങ്ങനെ എന്താ പറയുക ഇട്ട് കൊടുക്കുക. ഞണ്ടിൻ്റെ കാല കൂടുതലെന്ന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇറച്ചിയുള്ള ഭാഗമെല്ലാം കറിയിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞണ്ടിൻ്റെ കാല് പിന്നെ പൊരിച്ചിട്ട് തിന്നാനൊരു ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ചാലും കുഴപ്പമില്ല, നമുക്ക് പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊരിക്കാനിട്ടതാണ്. പിന്നെ ഒരു സൈഡ് ആയിട്ടാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അത് വറവ് പോലെ ആയിപ്പോയി, മറിച്ചിടാനൊന്നും കഴിയുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെന്ന് വെച്ചിട്ട് വെച്ചു. പിന്നെ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പത്തലെല്ലാം റെഡി ആയിന്. പിന്നെ ഇതാ നമ്മളെ കറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ എത്താമാണോ. അങ്ങനെ നമ്മളെ കറി സെറ്റായി. ഇനി രണ്ട് പൊരിച്ചതും കൂടി ആക്കിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് നമ്മൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പിന്നെ രണ്ട് പൊരിച്ചതും അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്തലാന്നുള്ളത്. അങ്ങനെ ഇനി പത്തലും ഞണ്ട് കറിയും ഞണ്ട് പൊരിച്ചതും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഞണ്ട് നല്ല ഇറച്ചിയുള്ള ഞണ്ടാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.